നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഉണ്ട്, നല്ല പിശു പിശിന്നുണ്ട്. ഇത് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. നമ്മുടെ എന്താ പോണം അമ്മച്ചി? വട്ടയപ്പം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് വട്ടയപ്പമാണ്. വട്ടയപ്പം പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും, നമ്മൾക്ക് എപ്പോഴും കഴിക്കാൻ പറ്റിയതുമാണ്, 2 ദിവസം ഇരിക്കുകയും ചെയ്യും, വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഈ വട്ടയപ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മച്ചിയാണ് എനിക്കിതെല്ലാം പഠിപ്പിച്ചത്. അമ്മച്ചി പറയണത് എൻ്റെ തൊട്ട വീട്ടിൽ ഇരിക്കുന്നവരാണ്. ആ അമ്മച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ അമ്മച്ചിയായിരുന്നു എൻ്റെ എല്ലാം. എൻ്റെ പ്രസവിച്ച അമ്മ പോലെയാണ് എന്നെ ചേച്ചി നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത് ആ അമ്മച്ചിയാണ്. അതായത് അവരിൻ്റെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. കുറേ കാലം ഞാൻ അവരിൻ്റെ കൂടത്തായിരുന്നു. കൂടത്ത് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. എനിക്ക് എന്ത് സങ്കടം വന്നാലും ദുഃഖം വന്നാലും എന്തിനും ആ അമ്മച്ചി എൻ്റെ കൂടെ ഉണ്ടാവും. ഭയങ്കര സ്നേഹമാണ്. പക്ഷേ യേശുദേവനെ കുറിച്ചിട്ട് തന്നെ എനിക്ക് അധികം പറഞ്ഞു തരുള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും. പക്ഷെ അവരിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിൻ്റെ എല്ലാ ആൾക്കാരും എന്നെ ഇപ്പോഴും വിളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ അമ്മച്ചി എൻ്റെ കൂടത്തില്ല. അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിന് നന്മ വരണേ, നല്ലത് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ അമ്മച്ചി എനിക്ക് പഠിപ്പിച്ചു തന്നതുപോലെയാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അത് പഴയ കാലഘട്ടങ്ങളിലത്തെ അപ്പമാണ്. അതായത് ഈ വട്ടയപ്പം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നല്ല ടേസ്റ്റിയും ആയിരിക്കും കഴിക്കുക. 2 ദിവസം എടുത്തും വയ്ക്കുക, എന്തിൻ്റെ കൂടത്തും കഴിക്കുക. മധുരം കൂടുതലിടുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. മധുരം കുറവായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ല ബീഫോ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം, വെറുതെ എടുത്ത് നടന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കണം. അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി, ചോറ്, തേങ്ങ, പഞ്ചസാര, ഏലക്കായ്, ഈസ്റ്റ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ വട്ടയപ്പം തയ്യാറാക്കാൻ പോണത്. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നാളികേരം ചിരകുമ്പോൾ അതിൻ്റെ അടി എടുക്കാൻ പറ്റില്ല, വെള്ളയായിരിക്കണം. ചോറ് എടുക്കുന്നതും വെള്ളയായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ കളറ് മാറും. നമുക്ക് വെള്ളയായി കിട്ടണമെങ്കിൽ എല്ലാം വെള്ളയായിരിക്കണം. പച്ചരി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, മട്ടയരി ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ള പച്ചരി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചോറ് എടുക്കുമ്പോൾ മട്ടയരി ചോറ് എടുക്കരുത്, വെള്ളയരി നമ്മൾ ചോറ് വെച്ചതേ എടുക്കാൻ പറ്റുള്ളൂ. ഈ വട്ടയപ്പത്തിൻ്റെ പ്രത്യേകത അത്രയാണ്. ഒരു 5 മണിക്കൂർ നമ്മുടെ ഈ പച്ചരി വെള്ളത്തിലിട്ട് വെക്കണം. 5 മണിക്കൂർ, 8 മണിക്കൂർ, എത്ര വേണമെങ്കിലും നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടത് നമുക്കിതിനെയൊക്കെ ഒന്ന് നല്ല പോലെ അരച്ച് എടുക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് അരയ്ക്കാം. ഒരു ജാർ എടുക്കുക. ഒരു ജാർ എടുത്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് ചോറ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. ആ ചോറ് ഞാൻ നല്ല പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പച്ചരി ഇട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം, ഒരുപാട് വെള്ളം പാടില്ല. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പച്ചരി ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടോളൂ. ഇതിൽ കൂടെ ഏലക്കായ് ഒരു 6 എണ്ണം പൊളിച്ചെടുത്തതാണ്. നാളികേരം 1 കപ്പ് വെള്ളയാണ്. പഞ്ചസാര വീട്ടിൽ എങ്ങനെ മധുരം അതിനനുസരിച്ചിട്ടോളൂ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചൊഴിച്ച് ഒരുപാട് വെള്ളമാകാൻ പാടില്ല. വെള്ളം നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഇഡ്ഡലി പരുവത്തിലായിരിക്കണം നമ്മളത് അരച്ചെടുക്കുമ്പോൾ. ആ മാതിരി ആയിരിക്കണം അരച്ചിക്കുന്നത് കറക്റ്റ് നോക്കേണ്ടത്. ഇതും കൂടെ അരച്ച് കഴിഞ്ഞു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കിയപ്പോൾ ഈ ഓരോ ചെറിയ കറുപ്പ് കാണുന്നത് ഏലക്കായിൻ്റെയാണ്. നമുക്ക് ഇനിയിപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും വലിയ പാത്രത്തിലായിരിക്കണം എപ്പോഴും അരച്ച് വെക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അത് ഇനി നമുക്കൊരു 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ അരച്ച് എടുത്ത് വെച്ചാലേ മാവ് നല്ല ഇത്തിരി പുളിയാകുമ്പോഴേ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും പാത്രം വലുതായിരിക്കണം, മറക്കണ്ട. ഇത് കണ്ടില്ലേ, ഈ പരിപോണം നമുക്ക് ഒഴിക്കാൻ നല്ല ഇതായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ മാവൊക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇതിന്ന്. അപ്പോൾ ഞാൻ അത് എങ്ങനെ മൂടി വയ്ക്കുന്നതും കൂടി കാണിച്ചു തരാം. പാത്രം കൊണ്ട് മൂടിയാലും കുഴപ്പമില്ല, കാറ്റ് കിടക്കാത്ത വിധത്തിൽ മൂടണം. അപ്പോൾ അങ്ങനെ ഒരു 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഒഴിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഞാൻ അരച്ച് വെച്ചിട്ട് 5 മണിക്കൂറായി. 5 മണിക്കൂറായ ശേഷം എങ്ങനെയായിരിക്കണം നോക്കിക്കോളാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ട നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്തോളൂ. നമുക്ക് 2-3 ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വെച്ച് കൊടുത്തോളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു പാത്രമാണ്. അപ്പോൾ വെള്ളം ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ചു. ഇനി ഇതിലെങ്ങനെ ഒഴിച്ച് വയ്ക്കണമെന്ന് കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാനിതിൽ എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്, വെളിച്ചെണ്ണ. ഇതിൽ നെയ്യ് തേച്ച് കൊടുക്കുക. വേറെ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് തേച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ്. നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മാവ് ഒഴിക്കണം. ഇതിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. അതിലേക്ക് പൊന്തി വരും. അതിൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, ഇപ്പോൾ ഈ പാത്രം കൊണ്ട് എടുക്കുക. കൈ ചുടാതിരിക്കാനാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിൽ വെച്ച് കൊടുക്കാം. കറക്റ്റ് ഇതിൽ വെക്കണം, ചരിയാൻ പാടില്ല. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. വട്ടയപ്പം ഒന്ന് വെന്താന്ന് നോക്കുക. ഞാൻ അങ്ങനെ ഓരോ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ച എണ്ണയാണ് വെച്ച് കൊടുക്കണത് ഒരു ഭംഗിക്ക്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ മുന്തിരിങ്ങയാണ്, ഉണക്ക മുന്തിരിങ്ങ. അതും കൂടെ ഓരോന്നതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അമുക്കാൻ പറ്റുന്നില്ല, പൊങ്ങി വരികയാണ്. വീട്ടിലുണ്ടാക്കിയത് കാരണം ഓരോന്നും ഓരോ തരാം. 1 മിനിറ്റും കൂടി ആവി കയറട്ടെ. അപ്പം ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് പ്ലേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ ചൂട് ഭയങ്കരമായിരിക്കും. അപ്പം ഞാനൊന്ന് മെല്ലെ ഒന്ന് വെളിയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വട്ടയപ്പം നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇനി എനിക്ക് കുറച്ചും കൂടെ മാവുണ്ട്. ഞാനൊരു വേറെ പ്ലേറ്റിലും കൂടെ ഒഴിച്ച് വയ്ക്കണം. നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇനി മെല്ലെ എടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടാറിയിട്ടുണ്ട്. ഞാനത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷേ നൈസിൻ്റെ ഒരു സാധനം ഞാൻ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ചുറ്റും ഒന്നിങ്ങനെ എടുത്ത് വിടാം. റൗണ്ടിലൊന്നും എടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് എടുക്കാൻ കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് കിട്ടി. വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? ബാബുവിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കും. അങ്ങനെ ബാബു, നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ബ്യൂട്ടിഫുൾ വട്ടയപ്പം പുഷ്പമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരെണ്ണം ഇവിടെ 2 ഇവിടെ ഇരിക്കുന്നു. ഒരെണ്ണം നമ്മുടെ അടുപ്പിൽ ചെറിയൊരു കുഞ്ഞൻ അപ്പം അടിപൊളിയായിട്ട് ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, അതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല 2 സൂപ്പറായിട്ട് ആയപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. നോക്കി വെള്ളം ഇറക്കി മതിയായി. അപ്പം ഇനിയിപ്പോൾ എന്താ പുഷ്പമ്മ, ചെറിയൊരു പണിയൊക്കെ ചെയ്താലോ? ചെറിയൊരു കത്തിയും കൊണ്ട് ചെറിയൊരു പണിയില്ലേ? അടിപൊളി കേക്ക് പോലെ നല്ല പൊങ്ങി വന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്യുമ്പോ അറിയാം അതിന്റെ സോഫ്റ്റ്നെസ്. ഇത് കണ്ടില്ലേ? കട്ട് ചെയ്യുന്നില്ല. അടിപൊളിയായിട്ട് കേക്കുകളൊക്കെ തോറ്റു പോവാ മച്ചി അല്ലേ? അടിപൊളി കഴിഞ്ഞിട്ടാ എടുക്കുമ്പോ അറിയാം അതിന്റെ ഒരു രസം എങ്ങനെയുണ്ടെന്ന്. ഇതാ ലെയർ വരണ്ട, ഇതാണ് ലെയർ, ഇതാണ് അപ്പം പറഞ്ഞത്. ഇങ്ങനെ അടുത്തേക്ക് നോക്ക്, അടിപൊളി ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാ. ഈ സൈഡൊക്കെ ലെയർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട. ജെല്ലി പോലെ അമ്മാതിരി സോഫ്റ്റ് ആയിട്ട് ഗംഭീരായിട്ടുമാണ്. എന്തായാലും കഴിച്ചു നോക്കട്ടെ പുഷ്പമ്മ. പുഷ്പമ്മ ഒരു കട്ടി കേട്ടോ. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. സംഭവം അടിപൊളിയുണ്ട്.
കഴിച്ചോളൂ. ഒന്നും പറയാനിരിക്കാൻ പറ്റില്ല. മധുരം ലൈറ്റ് മധുരമാണോ? ലൈറ്റ് മധുരമാണ് വേണ്ടത്. അപ്പൊ ഇത് നമുക്ക് കഴിക്കാൻ കൊണ്ടുകൂടാ അല്ലേ? ഓ, ചിക്കൻ്റെ കൊടുത്ത് കഴിക്കാം, നമ്മൾക്ക് എന്ത് കറി കൂട്ടി എന്ത് കഴിക്കാം, എന്ത് കറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. മധുരം കൂട്ടുകയാണെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം അല്ലേ? ഇങ്ങനെ വെറുതെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ ഓരോ പീസ് മുറിച്ച് നമുക്ക് കൊടുത്തിട്ട് വെറുതെ നടക്കുമ്പോഴും കഴിക്കാം. ഒരു അഗതികൾ വരുമ്പോ അതുപോലെ കേക്ക് മുറിക്കും പോലെ അങ്ങോട്ട് മുറിച്ച് കഴിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഉണ്ട്, നല്ല പിശു പിശിന്നുണ്ട്. ഇത് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഗംഭീരമായിട്ട് ചെയ്ത് കാണുന്ന ലുക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പുഷ്പമ്മ ഉണ്ടാക്കി തന്ന അതേ റെസിപ്പിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതേ സ്റ്റൈലിൽ, അതേ ടേസ്റ്റിൽ, അതേ സോഫ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പക്ഷെ വട്ടയപ്പം പറയുമ്പോൾ എല്ലാവർക്കും പേടിക്കണം, അത് പോരാ ഇത് പോരാ എന്നൊക്കെ തോന്നിയിട്ട് പേടിക്കാനേ ഇല്ല. ഞാൻ കാണിക്കണ അതേപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അളവിൽ കറക്റ്റായിട്ട് എടുത്താൽ മതി. പുഷ്പമ്മ പറയുന്ന പോലെ ഇതേപോലെ അളവിൽ എടുത്തിട്ട് ഇതേപോലെ അളവ് എടുക്കണമെന്നില്ല. ഇതിന്റെ താഴെ എടുത്തിട്ടാണെങ്കിലും പുളിക്കാൻ വയ്ക്കുന്നതും അരി കുതിരാൻ വയ്ക്കുന്നതിലുമാണ് ഏറ്റവും ഇതിന്റെ റെസിപ്പി. ഒരു 5 മണിക്കൂർ അരിയും വെക്കണം, കുതിർത്ത് വെക്കണം. അതുപോലെ ഒരു 5 മണിക്കൂർ മാവും പുളിക്കാൻ വേണ്ടി വെക്കണം. മാവ് നല്ല പൊങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ചുട്ട് കഴിഞ്ഞാൽ മധു നല്ല സോഫ്റ്റ് ആവുന്നതും എല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് പുഷ്പമ്മ പറഞ്ഞതിൻ്റെ അതുപോലെ ചെയ്യുക. എന്തായാലും സംഭവം കിടുക്കിയിട്ടുണ്ട്, സൂപ്പറായിട്ട് പുഷ്പമ്മ. അപ്പോൾ അവസാനിപ്പിക്കുക അല്ലേ? അപ്പോൾ വട്ടയപ്പം പോലത്തെ വേറെ പല അപ്പങ്ങളുമായിട്ട് വരുന്നവരെ അടുത്ത വീഡിയോ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.